സെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മളിന്ന് കുറച്ച് തക്കാളിയും വെണ്ടക്കായും എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും വെണ്ടക്കായും ഇത് എൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ തൈ മേടിച്ച് വെച്ചിട്ട് ഉണ്ടായതാണ്. കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് നമ്മളിപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയെല്ലാം ഒന്ന് വെച്ച് നമ്മൾ ചെറിയ 2-3 തൈയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിഷം അടിക്കാത്ത പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണേ. അപ്പം നമുക്കിതൊന്ന് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. ഇത് നമ്മളൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെറും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കറി റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വഴറ്റിയിട്ടാണ് കറി വയ്ക്കുന്നത്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം ഇട്ട് കൊടുത്തു. നമുക്കൊരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കീറിയതാണ് കേട്ടോ. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറേ അങ്ങോട്ട് വഴറ്റുണ്ട് കേട്ടോ. ഈ ഒരളവിൽ വഴറ്റിയെടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം മതി. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇഷ്ടംപോലെ മയിലുകളുണ്ട് കേട്ടോ. കുറച്ച് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. കുറേ എടുക്കണ്ട, കുറച്ച് മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ വെണ്ടക്കായും തക്കാളിയും വെന്തോ നോക്കാം. നമുക്ക് ഇത്രയും ഒരു വേവ് മതി കേട്ടോ. കുറേ അങ്ങോട്ട് വെന്ത് ഇതായി പോണ്ട, കുഴഞ്ഞു പോണ്ട. തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. കടുക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ട് തക്കാളി വെണ്ടക്കായി കൊണ്ടുള്ള നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.